രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരക്ഷസാന്തകം. രാവണ യുദ്ധമാണ് ഈ സർഗത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ മഹോദയനും മഹാഭാസ്വനും വിരൂപാക്ഷനും ഒക്കെ മരിച്ചതിനെപ്പറ്റി നമ്മൾ കേട്ടു. ഇങ്ങനെ ഇവയുടെയൊക്കെ മരണം കൊണ്ട് കുപിതനായിട്ട് ആ രാവണൻ തൻ്റെ തേരാളിയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മന്ത്രിമാരെ കൊന്നതിനും എൻ്റെ ഈ നഗരത്തിനെ ഉപരോധിച്ചതിനുമൊക്കെ പകരമായിട്ട് ഇന്ന് രാമലക്ഷ്മണന്മാരെ കൊല്ലാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സീത എന്ന് പറയുന്ന പൂവ് ഉള്ള ആ രാമൻ എന്ന് പറയുന്ന വൃക്ഷത്തിനെ ഞാൻ ഇന്ന് മുറിച്ച് കളയുന്നുണ്ട്. സുഗ്രീവനും ജാമ്പവാനും കുമുദനും നളനും അങ്ങനെയുള്ള വാനരന്മാരെ എല്ലാവരെയും, അവരൊക്കെ ആ വൃക്ഷത്തിൻ്റെ ശാഖകളാണല്ലോ, അവരെല്ലാം ഞാൻ ഇന്ന് നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ രഥഘോഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് 10 ദിക്കിലേക്കും അദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം രാമൻ്റെ നേരെ ചെന്നു. നടുക്കമാണ്ട സിംഹങ്ങളും മാനുകളും പക്ഷികളോടും കൂടിയ ആ കാട് മുഴുവൻ വിറപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമായിരുന്നു രാവണല്ല പടപുറപ്പാടിൻ്റെ എന്ന് ആണ് പറയുന്നത്. താമസം എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ച് അദ്ദേഹം ആ വനരന്മാരെയൊക്കെ ആദ്യം ചൂട് പിടിപ്പിച്ചു. അവർ പലരും ആ ചൂടുകൊണ്ട് ചത്തു വീണു. അവർ വേറെ ചെല്ലി തോറ്റോടിയതുകൊണ്ട് നിലത്ത് വീണു. അവിടെ നിന്ന് പൊട്ടിപ്പൊട്ടലങ്ങളൊക്കെ ഉയർന്നു വന്നു എന്ന് പറയാണ്. ബ്രഹ്മാവ് സ്വയം നിർമ്മിച്ചതായ ആ അസ്ത്രം താങ്ങാൻ അവർക്കാർക്കും ശക്തിയില്ലായിരുന്നു. രാവണൻ്റെ ഉഗ്രശരങ്ങളേറ്റ് അനേകം വാനരന്മാർ വീഴുന്നത് കണ്ടപ്പോൾ രാമൻ അവിടെ നിലകൊണ്ടു. വാനരപ്പടയെ മണ്ടിച്ച് ആ രാക്ഷസ രാജാവ് തോൽവി ഏൽക്കാതെ വരുന്നത് ആ മുന്നിൽ നിൽക്കുന്ന രാമനെ കണ്ടു. വിഷ്ണുവിനോടൊത്ത വാസവനെപ്പോലെ സുതനായ ലക്ഷ്മണനോടൊത്ത് രാമൻ മനം മുട്ടുന്ന വില്ലുമേന്തി നിലകൊള്ളുന്നതാണ് രാവണൻ കാണുന്നത്. മനോഹരനായ താമരക്കണ്ണുള്ളവനും ദീർഘമായ കൈകളുള്ളവനും ശത്രുക്കളെ കൊല്ലുന്നവനുമൊക്കെയാണ് രാമൻ. സൗമിത്രിയോടുകൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിതേജസ്വിയും ബലശാലിയുമായ രാമൻ വാനരന്മാർ പോരിൽ തോറ്റോടിയതും രാവണൻ തൻ്റെ നേർക്കണയുന്നതും കണ്ടിട്ട് വളരെ സന്തോഷത്തോടുകൂടി വില്ലെടുത്ത് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ ആ ഞാണൊലി കേട്ടാൽ ഈ ഭൂമി മുഴുവൻ പിളർന്നു പോകുമോ എന്ന് തോന്നും. രാവണൻ്റെ ശരത്തിൻ്റെ നാദം കൊണ്ടും രാമൻ്റെ ഞാണൊലി കൊണ്ടും നൂറുകണക്കിന് രാക്ഷസന്മാർ മരിച്ചു വീണു. ആ രാജപുത്രന്മാരുടെ ശരപഥത്തിൽപ്പെട്ട രാവണന് സൂര്യചന്ദ്രന്മാരുടെ സമീപമെത്തിയ രാഹുവിനെ പോലെ ആയി രാവണൻ എന്ന് പറയുകയാണ്. അവരോട് ആദ്യം പോരാടാൻ ആഗ്രഹിച്ച ലക്ഷ്മണൻ വില്ലെടുത്ത് അഗ്നിശിഖാസദൃശങ്ങളായ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ ആരംഭിച്ചു. വില്ലാളിയായ ലക്ഷ്മണൻ തൊടുത്തുവിട്ട അസ്ത്രങ്ങളൊക്കെ ആകാശത്തിൽ വെച്ച് തന്നെ ആ രാവണൻ ഖണ്ഡിച്ചു. 1-1, 3-3, 10-10 എന്നിങ്ങനെ ബാണങ്ങളയച്ച് ആ ലക്ഷ്മണനും യുദ്ധം ചെയ്തുകൊണ്ട് ഇരുന്നു. ആ ലക്ഷ്മണൻ്റെ ബാണങ്ങളെയൊക്കെ രാവണനും മുറിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വളരെ ശക്തനായ രാവണൻ ആ ലക്ഷ്മണനെ മറികടന്ന് രാമൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന് പറയുകയാണ്. രാക്ഷസ രാജാവായ രാവണൻ കോപം കൊണ്ട് കലങ്ങിയ കണ്ണോടെ രാമൻ്റെ അടുത്തെത്തിയിട്ട് ശരങ്ങളെ കൊണ്ട് മഴ പെയ്യുന്ന പോലെ ശരം പൊഴിച്ചു എന്ന് പറയുകയാണ്. രാവണൻ്റെ വില്ലിൽ നിന്നും പുറപ്പെട്ട ആ ശരങ്ങൾ പഞ്ഞു വരുന്നത് കണ്ട് രാമനും ശരങ്ങളെടുത്ത് തടയാൻ ആരംഭിച്ചു. അതിഘോരങ്ങളും സർപ്പസദൃശങ്ങളും ആയ ആ ശരജാലങ്ങളെ രാമൻ കൂരമ്പ് കൊണ്ട് അരിഞ്ഞു കളഞ്ഞു എന്ന് പറയാണ്. ഇങ്ങനെ രാമരാവണ യുദ്ധം പലവട്ടം അവർ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നു. മിന്നൽ പിണരികൾ പോലെ ആണ് അവരുടെ അസ്ത്രങ്ങൾ ഉണ്ടായത്. പണ്ട് വൃത്രാസുരനും ഇന്ദ്രനും തമ്മിൽ യുദ്ധം ചെയ്തതുപോലെയുള്ള മഹത്തായൊരു യുദ്ധമാണ് ഇവർ തമ്മിൽ ചെയ്തത് എന്ന് പറയണം. ഇങ്ങനെ ശരങ്ങൾ പൊഴിച്ചുകൊണ്ടിരിക്കെ രാവണൻ രാമൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു എന്ന് പറയണം. ആ ശിവൻ്റെ ശാപത്തിൽ നിന്ന് പ്രയുക്തങ്ങളായിട്ടുള്ള നിലോൽപലപ്രഭ ദളങ്ങളുമായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ എന്തുണ്ടായി? രാമൻ്റെ മുടിയിൽ ചെന്ന് ചേർന്നു എന്ന് പറയാം. നീലോത്പലത്തിൻ്റെ ഇലകളെ കൊണ്ട് അല്ലെങ്കിൽ ഇതളുകളെ കൊണ്ട് ആ ഭഗവാന് പൂജ ചെയ്ത പോലെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശിരസിലാണ് ചെന്നുകൊണ്ടത്. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വേദനയും ഉണ്ടായില്ല എന്ന് പറയാം. പിന്നെ മന്ത്രങ്ങൾ ജപിച്ച് രൗദ്രാസ്ത്രത്തിൽ ചേർത്ത് കോപമാണ്ട രാമൻ വീണ്ടും
ശരങ്ങൾ കയ്യിലെടുത്തു. മഹാതേജസ്വിയും വീര്യവാനുമായ രാമൻ വില്ല് വലിച്ച് ആ രൗദ്രാസ്ത്രത്തെ അയച്ചു കൊടുക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള അസ്ത്രങ്ങളൊക്കെ രാവണൻ്റെ ആ പൊട്ടാത്ത ചട്ടയിൽ വധിച്ചു. അവനും യാതൊരു വേദനയും അനുഭവിച്ചില്ല എന്ന് പറയാണ്. അങ്ങനെ തേരിലിരിക്കുന്ന ആ രാക്ഷസ രാജാവിൻ്റെ നെറ്റിമേൽ രാമൻ വീണ്ടും ഒരു പരമമായ അസ്ത്രം പ്രയോഗിച്ചു. ആ ബാണങ്ങൾ തടുക്കാൻ 5 തലയുള്ള പാമ്പിനെ പോലെ ചുറ്റിക്കൊണ്ട് ഭൂമിയിലേക്ക് പോയി എന്ന് പറയുന്നത്. രാവണൻ്റെ പ്രത്യസ്ത്രം കൊണ്ട് ആ പരമമായ അസ്ത്രം 5 തലയുള്ള സർപ്പത്തിനെ പോലെ പോയി എന്ന് പറയുന്നത്. രാമൻ്റെ അസ്ത്രം എടുത്തിട്ട് അരിശം മൂത്ത രാവണൻ വീണ്ടും ആസുരാസ്ത്രം എടുത്ത് അയച്ചു എന്ന് പറയുന്നു. അത് സിംഹത്തിനെ പോലെയും പുലിയെപ്പോലെയും കഴുകനെപ്പോലെയും മറ്റ് കുറുക്കനെ പോലെയും ചെന്നായെപ്പോലെയും ഒക്കെയുള്ളവയായിരുന്നു ആ അസുരാസ്ത്രങ്ങൾ. അവ പല രീതിയിൽ ഈ രാമൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന് പറയാണ്. രാമനാകട്ടെ ഗർദഭമുഖങ്ങളുള്ളവ, പന്നിയുടെ മുഖമുള്ളവ, പട്ടിയുടെ മുഖമുള്ളവ, കോഴിയുടെ മുഖമുള്ളവ, മകരപന്നകത്തിൻ്റെ മുഖമുള്ളവ എന്നിങ്ങനെ തുടങ്ങിയ വിവിധ കുർത്ത അസ്ത്രങ്ങളെ തൻ്റെ മായാശക്തി കൊണ്ട് നിർമ്മിച്ച് തിരിച്ചയക്കാനും ആരംഭിച്ചു. ഇങ്ങനെ ആസുരാസ്ത്രമേറ്റ് പാവകതുല്യനായ രാമൻ അത്യുത്സാഹത്തോടുകൂടി പാവകാസ്ത്രം തന്നെ പ്രയോഗിച്ചു എന്ന് പറയുന്നത്. ഈ അസുരങ്ങളായ അസ്ത്രങ്ങളെയൊക്കെ ദഹിപ്പിക്കാനായിട്ട് അദ്ദേഹം പാവകാസ്ത്രത്തിനെ അയച്ചു എന്ന് പറയുന്നു. ആ പാവകാസ്ത്രങ്ങളേറ്റ് തകർന്ന് രാവണൻ്റെ എല്ലാ അസ്ത്രജാലവും നശിച്ചു. ഇങ്ങനെ വളരെ ശക്തനായ രാമനാൽ ആ അസ്ത്രം, രാവണൻ്റെ അസുരാസ്ത്രം തകർക്കപ്പെട്ടത് കണ്ടപ്പോൾ എല്ലാവർക്കും, വാനരന്മാർക്കൊക്കെ വളരെ സന്തോഷം കൊണ്ടു. അവർ ഉറക്കെ ആഘോഷിക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.